വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ് വജൈനൽ ഡിസ്ചാർജുകളെ കുറിച്ചിട്ട്. യോനിയിൽ നിന്ന് വരുന്ന പലതരം ഡിസ്ചാർജുകൾ. നോർമലി ഒരു വാട്ടർ പോലെ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വൈറ്റ് കളറിലും കാണാറുണ്ട്. പക്ഷേ ചൊറിച്ചിലോ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അതാണ് നോർമലി വരുന്നത്. pH എന്ന് പറയുന്നത് ഒരു 4 ആയിരിക്കാം. ഇനി അബ്നോർമലായ ഡിസ്ചാർജുകൾ എന്ന് പറയുന്നത് യെല്ലോ നിറത്തിൽ അല്ലെങ്കിൽ വെള്ള ഗ്രേയിഷ് കളറിൽ ഫിഷി സ്മെല്ലോട് കൂടിയത്, പിന്നെ തൈര് പോലെ തൈര് പോലെ അതേ രീതിയിൽ ചൊറിച്ചിലോട് കൂടിയത്, അതേപോലെ കഫത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിറത്തോടും കൂടിയത് കാണാം. ഇതെല്ലാം ഇൻഫെക്ഷൻ കാരണമാണ്. വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണമാണ് ഈ നിറങ്ങളിലൊക്കെ വരുന്നത്. ഇനി ഇതല്ലാതെ ആർത്തവവിരാമ സമയത്ത് ഒരുപാട് ഡിസ്ചാർജ് ഇല്ലാതെ ഒരു ഇറിറ്റേഷൻ ആ ഏരിയയിൽ ഉണ്ടാകുന്നത് കാണാറുണ്ട്. പിന്നെ വേദന ഉണ്ടാകുന്നത് അലർജി മൂലമാണ്. അലർജി തുണികളുടെ ആകാം, യൂസ് ചെയ്യുന്ന അടിവസ്ത്രത്തിൻ്റെ തുണിയുടേതോ അങ്ങനെ പലതും ആകാം. പിന്നെ ചിലരിൽ ചൊറിച്ചിലോട് കൂടിയ ഒരു ഡിസ്ചാർജ് കാണാറുണ്ട്. അത് മലമൂത്ര സ്മെല്ലും കാണും. മലമൂത്ര വിസർജനവുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടാണ്. പിന്നെ നോർമലി ഉള്ള സ്രവം പോലെയാണ്, പക്ഷെ ഒരുപാട് അളവുകളിൽ പോവുകയും ധരിച്ച അടിവസ്ത്രത്തിൽ ബ്രൗണിഷ് യെല്ലോ സ്റ്റെയിൻ ആകുകയും ചെയ്യുന്ന, എന്നാൽ ഒരേ പതയോ ഒന്നും ഉണ്ടാകത്തില്ല. അതായിരിക്കും ല്യൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപോക്ക് എന്ന് പറയുന്നത്. ഇത് നോർമലി കാണുന്നതാണ്. ഈസ്ട്രോജൻ ലെവൽ കൂടുന്നത് കൊണ്ടാണ്. ആദ്യമായിട്ട് ആർത്തവം ഉണ്ടാകുന്ന ടൈമിൽ, പിന്നെ പീരീഡ് ടൈമിങ്ങിൽ, പ്രഗ്നൻസിയിൽ, സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ടൈമിലൊക്കെ ഇത് നോർമലി കാണാറുണ്ട്. ലോക്കൽ ഹൈജീനും പിന്നെ എന്താണ് റീസൺ എന്നുള്ള അതിൻ്റേതായ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മതിയാകും. ചൊറിച്ചിൽ എന്തൊക്കെ കാരണം ഉണ്ടാകാറുണ്ട്? ഫംഗൽ, വൈറൽ, പാരസൈറ്റിക്, STD, സെക്ഷലി ട്രാൻസ്മിറ്റ് ഡിസീസ്, അലർജി മൂലമെല്ലാം ഉണ്ടാകാറുണ്ട്. പാരസൈറ്റ് ത്രെഡ് വോം കാരണമൊക്കെയാണ്. അത് കുട്ടികളിലാണ് കൂടുതലും കാണാറുള്ളത്. അലർജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിവസ്ത്രത്തിൻ്റെയോ പിൽസ് യൂസ് ചെയ്യുന്നതിൻ്റെയോ അങ്ങനെ കോണ്ടാക്റ്റ് വരുന്ന എന്തെങ്കിലും കെമിക്കലിൻ്റെയോ, ചിലപ്പം വസ്ത്രം കഴുകുന്നതിൻ്റെ ഡിറ്റർജൻറ്റ് കെമിക്കലിൻ്റെയൊക്കെ റിയാക്ഷൻ ആകാം. മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് വരാം, തൈറോയ്ഡ് ഡിസോർഡർ ഉള്ളവർക്ക്, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കാണാറുണ്ട്. പ്രഗ്നൻസി കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഡിസ്ചാർജ് അബ്നോർമലും നോർമലും എന്ന് മുൻപേയുള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അബ്നോർമലായ ഏത് ഡിസ്ചാർജ് ആണെങ്കിലും നോട്ട് ചെയ്ത് ഡോക്ടറിനെ അറിയിക്കണം. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കുക തന്നെ ചെയ്യണം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ കാണാം.